ഹായ് ഫ്രണ്ട്സ്, A4 ഷീറ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ. ഇതിൻ്റെ 8 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ അടുത്തത് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഏകദേശം ഈ ഒരു അളവിൽ ഒന്നത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ഫോൾഡ് ചെയ്തതിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത് 5 mm ആണ് കേട്ടോ. ഞാൻ അതാണ് സ്കെയിലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ വളരെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. സ്പീഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല. അപ്പോൾ ഞാനിത് ഈ ഒരു എൻഡ് ആ ഫോൾഡ് ചെയ്തത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് അപ്പുറത്തെ എൻഡിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴായാലും കട്ട് ചെയ്യുമ്പോഴായാലും ഒക്കെ എല്ലാ വശങ്ങളും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇത് ഇങ്ങനെയും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്തപ്പോൾ ഇത് 4 സെൻറ്റിമീറ്ററിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മിഡിലിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് 2 സെൻറ്റിമീറ്ററിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു പച്ചമഷി പേന ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എവിടെ നിന്ന് നേരെ താഴോട്ടേക്കായിട്ട് 1.5 സെൻറ്റിമീറ്റർ ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ലൈന് വരച്ചു കൊടുക്കാം ഇതിലേക്ക്. അതായത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത്. 2 കോർണറിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് താഴോട്ടേക്ക് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതും കൂടെ നമുക്ക് വരച്ചെടുക്കാനുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ വളരെ നീറ്റായിട്ട് കറക്റ്റായിട്ട് അത് വരച്ചു കൊടുക്കുക. അപ്പോൾ 2 ലൈൻ ഞാൻ എക്സ്ട്രാ താഴെ ഇട്ടു. അതിന് കുറച്ചും കൂടെ ഒന്ന് വിട്ടതിന് ശേഷം ആദ്യം 2 ലൈൻ ഇട്ടെടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് വരച്ചു കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറയുമ്പം ഇത് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഇതിനെ നേരെ ഒന്നുകൂടെ അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അറ്റവും നമുക്ക് ഒറ്റ ഇതിൽ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വശം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2ഉം കൂടെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതൊക്കെ ഒന്ന് നല്ല നല്ല രീതിക്കൊന്ന് മടക്കി കൊടുത്ത് എല്ലാ എൻഡും ഒരുപോലെ ആക്കിയതിന് ശേഷം ഞാൻ കട്ടിങ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്കൊരു 2-3 പേപ്പറൊക്കെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ആ ഒരു വശത്തുനിന്ന് ഞാൻ അവിടെ നിന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോർഷൻ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു ഗ്യാപ്പ് നമുക്ക് സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഫുള്ളായിട്ട് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു കട്ട് ചെയ്തെടുത്ത സംഭവത്തിന് നമ്മളൊന്ന് നിവർത്തിയെടുക്കാനായിട്ട് പോകുന്നുണ്ട്. നിവർത്തിയെടുത്തപ്പോൾ നമുക്ക് ഈ ഒരു ഇതിലാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഫെവിക്കോൾ അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു ലൈന് പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ലൈന് പോലെ മാത്രം വളരെ തിന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് അത് ജോയിൻ ചെയ്ത് വെക്കുന്നുണ്ട് അവിടത്തേക്ക്. അത് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാനിതാ പ്രസ് ചെയ്ത് വലിച്ചു പിടിക്കുന്നുണ്ട്. നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനാണേ. അങ്ങനെ ഇതുപോലെ 6 പേപ്പർ കട്ട് ചെയ്ത് ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ടോട്ടൽ 6 എണ്ണമാണ് കേട്ടോ ലീഫ് നമുക്ക് വേണ്ടത്. ഇനി കട്ട് ചെയ്ത് വെച്ച 6 പേപ്പർ നമുക്ക് ഒന്നിന് മേലെ ഒന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എപ്പോഴും ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പം ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ വളരെ തിന്നായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിത് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ പശ തേച്ചിട്ടാണിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെ സ്റ്റാർ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കിത് ഹാങ് ചെയ്തിടണമെങ്കിൽ ഒരു നൂല് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 2 എൻഡും ജോയിൻ ചെയ്യുന്നതിലിടയ്ക്ക് തന്നെ നൂല് അവിടെ വെച്ച് കൊടുത്തിട്ട് അതും കൂടെ കൂട്ടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതവിടെ നല്ല രീതിക്ക് ഒട്ടിപ്പിടിച്ച് നിന്നോളും. ലാസ്റ്റ് ഞാൻ എപ്പോഴും ഇതുപോലെ 2 എൻഡും ഒട്ടിക്കുമ്പം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുക കേട്ടോ. അല്ലാതെ ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഇതുപോലെ പിടിച്ചിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നൂലും ഒക്കെ ഹാങ് ചെയ്തിടാനുള്ളതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണിത് നൂല് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം. നമ്മളെ കുട്ടികൾക്കായാലും സ്കൂളിൻ്റെ ആവശ്യത്തിനായാലും വലിയവർക്കായാലും ഒരുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്റ്റാറാണ്. അപ്പോൾ ഞാനിത് ഒരു ലൈറ്റിൻ്റെ ചുവടെ അത് വെച്ചതിന് ശേഷം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് സ്റ്റാറാണ് കേട്ടോ ഇത്.
നമുക്കിപ്പം എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോകാം. അതല്ല വലിയവർക്കായാലും വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ സ്റ്റാർ നമ്മളെ പുൽക്കൂട്ടിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഈ ഒരു സ്റ്റാർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലീസോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു യെല്ലോ ഹാർട്ടിൽ കമൻറ്റും ചെയ്തേക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.